നമസ്കാരം. ഞാൻ ഡോക്ടർ വീണാബി ഗംഗ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി വിഭാഗം സർജനാണ്. ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജിയിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന ക്യാൻസർ രോഗങ്ങൾ എന്ന് പറയുന്നത് വായിൽ, തൊണ്ടയിൽ, മൂക്കിൽ, പിന്നീട് പരോട്ടിഡ് അഥവാ ഉമിനീർ ഗ്രന്ഥികളിൽ, തൈറോയ്ഡ് ഗ്രന്ഥികളിൽ ഒക്കെ വരുന്ന ക്യാൻസറുകളാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് വായിൽ അഥവാ ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന ക്യാൻസറിനെ പറ്റിയിട്ടാണ്. അപ്പം ഇന്നത്തെ ടോക്കിൽ സംസാരിക്കുന്നത് ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന ക്യാൻസറിന്റെ കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളുമാണ്. ഓറൽ ക്യാവിറ്റി ക്യാൻസർ അഥവാ വായിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. ഓറൽ ക്യാവിറ്റി ക്യാൻസറിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് പുകയില ഉൽപ്പന്നങ്ങളാണ്. അതിൽ വലിക്കുന്ന ടൈപ്പ് പുകയില, അതായത് ബീഡി, സിഗരറ്റ് തുടങ്ങിയവ, ചവയ്ക്കുന്ന പുകയില, അതായത് നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അടയ്ക്ക, പാൻ, പിന്നെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്ക, കൈനി, മാവ തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ. രണ്ടാമതായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മദ്യപാനം തന്നെയാണ്. മദ്യപാനം ഒറ്റയ്ക്ക് ക്യാൻസർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനേക്കാളും ഈ പുകയില ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വലിക്കുന്ന പുകയിലയായിട്ട് ചേരുമ്പോൾ ഈ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ തന്നെ ക്യാൻസർ എന്ന അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും ക്യാൻസറിന് മുന്നേ ഉള്ള കണ്ടീഷൻ, അതിനെ പ്രീ മാലിഗ്നന്റ് ലീഷൻ അഥവാ ക്യാൻസർ വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൽ കൂടുതലായിട്ടും വരുന്നത് അടയ്ക്ക, അതായത് അരിക്കാനട്ട്. അടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ചില ആൽക്കലോയിഡ്സ്, ചില രാസവസ്തുക്കൾ നമ്മുടെ വായിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാക്കുന്നു. അതിനെ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ ഉണ്ടാക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് കൂർത്ത പല്ലുകൾ, ഷാർപ്പ് ടീത്ത്. സോ ഈ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ, കൂർത്ത ഈ പല്ലുകൾ നമ്മുടെ കവിളിലോ അല്ലെങ്കിൽ നാക്കിലോ കുറെ കാലം ഉരഞ്ഞുരഞ്ഞുരഞ്ഞ് അവിടെ ഒരു വ്രണമായി മാറുന്നു. ഈ വ്രണം പലപ്പോഴും നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വായിൽ പുണ്ണു വന്നു എന്നുള്ള രീതിയിൽ ചില നാട്ടു ചികിത്സകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലെ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിനെ പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്നു. മിക്കപ്പോഴും അതൊരു പെയിൻലെസ് അൾസർ ആയിരിക്കും, അതായത് വേദന ഉണ്ടാക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു കോഎക്സിസ്റ്റിംഗ് ഒരു ഇൻഫെക്ഷനോ അതിന്റെ കൂടെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ വരുമ്പോഴായിരിക്കും അതിന് വേദന ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെ നോക്കുന്നതും പിന്നീട് ചികിത്സ തേടാനും നമ്മൾ പോകുന്നത്. പലപ്പോഴും നമ്മൾ അതിനെ വൈകിയാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ ഉണങ്ങാത്ത അൾസറിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇത് കൂടാതെ പല ഇൻഫെക്ഷൻസും ഇതിന്റെ കാരണമായി പറയുന്നെങ്കിലും മെയിൻ ആയിട്ട് ഓറൽ ക്യാൻസർ, വായിലെ ക്യാൻസർ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ ഈ മൂന്ന് കാരണങ്ങൾ മുന്നിൽ പറഞ്ഞ 3 കാരണങ്ങൾ തന്നെയാണ്. ഇനി ഈ ഓറൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉണങ്ങാതെ വരുന്ന മുറിവുകൾ, അൾസറുകളാണ് മിക്കപ്പോഴും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇതിന്റെ പ്രസന്റേഷൻ. അപ്പം ഈ അൾസറുകൾ വന്ന് ഉണങ്ങാതെ ഒരു 4 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ സൈസ് കൂടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്തം വരുന്നു തുടങ്ങിയവ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ക്യാൻസർ രോഗ വിദഗ്ധനെ നമ്മൾ സമീപിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് വെള്ളപ്പാടുകൾ അഥവാ ചുമന്ന പാടുകൾ വരിക, അത് പലപ്പോഴും പോവാതെ തന്നെ ഇരിക്കുക, അതും പലപ്പോഴും ക്യാൻസറിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ തന്നെ ആയിരിക്കാം. അപ്പം അങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാലും ഉടനെ ഒരു ഡോക്ടറെ സമീപിക്കണം. പിന്നീട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചില ലക്ഷണങ്ങൾ, ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള സലൈവ, അതായത് ഉമിനീരിൽ ചെറിയ രക്തത്തിന്റെ അംശം വരാം. ചിലപ്പോൾ നമുക്ക് വായിനുള്ളിൽ, നാക്കിലോ അല്ലെങ്കിൽ കവിളിലോ ചെറിയ തടുപ്പുകൾ വരാം. കഴുത്തിൽ ചെറിയ മുഴകൾ വരാം. അപ്പൊ ഇതൊക്കെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയേക്കാം. അതുകൊണ്ട് നമ്മൾ തന്നെ കണ്ണാടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിററിലോ നോക്കുമ്പോഴോ നമ്മൾ ഈ തടുപ്പുകളോ അല്ലെങ്കിൽ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഈ ഞാൻ മുന്നേ പറഞ്ഞ അരിക്കാനട്ട് അഥവാ അടയ്ക്ക ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതാണ്. അരിക്കാനട്ടിൽ അടങ്ങിയിട്ടുള്ള ഈ ആൽക്കലോയിഡ്സ്, ഈ രാസവസ്തുക്കൾ നമ്മുടെ വായിന്റെ ഉള്ളിലെ ചർമ്മത്തിൽ ചെറിയ ടൈറ്റ്നസ് ഉണ്ടാക്കും, ചെറിയ ഫൈബ്രോട്ടിക് ബാൻഡ്സ് എന്ന് പറയുന്നത്. അത് കാരണം വായ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതും ഒരു പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ അഥവാ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു ക്യാൻസർ രോഗ വിദഗ്ധനെ തന്നെ സമീപിക്കാൻ ശ്രമിക്കുക. ഇത് കൂടാതെ പലപ്പോഴും വായിൽ ചിലപ്പോൾ എരിച്ചിൽ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എരിവുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ പുകച്ചിൽ അനുഭവപ്പെടുന്നത് ഒക്കെ ചെറിയ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് അനുഭവപ്പെട്ടേക്കാം. ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയും അടുത്തുള്ളൊരു ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്യാൻസർ എന്നുള്ള അസുഖം ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂർ നമുക്ക് കൊടുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. വായിൽ വരുന്ന ഈ ക്യാൻസറിന്റെ ഏർലി സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി മാത്രമായിരിക്കും. പക്ഷെ
അത് 3rd അല്ലെങ്കിൽ 4th സ്റ്റേജ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സർജറി നമുക്ക് ചെയ്യേണ്ടി വരും. അതിനൊപ്പം തന്നെ റേഡിയേഷനും അതുപോലെ കീമോതെറാപ്പിയും കീമോ ഇഞ്ചക്ഷൻസും എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ നമ്മൾ ഈ ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് ക്യൂർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഹാബിറ്റ്സ്, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഹാബിറ്റ്സും, പുകയില ആകട്ടെ, മദ്യപാനമാകട്ടെ, ഈ അടയ്ക്ക, അങ്ങനെയുള്ള എന്ത് ശീലങ്ങളാണെങ്കിലും ഇതൊക്കെ നമുക്ക് മുന്നേ തന്നെ ഈ ഒരു ക്യാൻസർ വരാൻ സാധ്യതയുള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ പലപ്പോഴും നമുക്ക് ഇത് ക്യാൻസറിലേക്ക് നയിക്കാതെ തന്നെ തടഞ്ഞു നിർത്താൻ സാധിക്കും. സോ പ്രിവെൻഷൻ ആണ് എപ്പോഴും ബെറ്റർ ദാൻ ക്യൂർ. സോ അതുകൊണ്ട് ഇതിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഡോക്ടറെ സമീപിച്ച് ഹാബിറ്റ്സ് നിർത്താൻ ശ്രമിക്കുക. അതിന് വേണമെങ്കിൽ നമുക്ക് വൈദ്യസഹായം തേടാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടുന്ന തുടർ നടപടികൾ നമ്മൾ കൈക്കൊള്ളുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.